സ്വപ്നങ്ങൾക്ക് അതിരുകളില്ല, കരിയറിനും ഉണ്ടാകരുത്. സ്പീഡ് വിങ്സ് ഏവിയേഷൻ അക്കാദമി. നമസ്കാരം, ടാക്ടിക്സിലേക്ക് സ്വാഗതം. അർജന്റീന പ്രീ ക്വാർട്ടറിലേക്ക് മുന്നേറിയിരിക്കുന്നു. അതൊട്ടും എളുപ്പമായിരുന്നില്ല എന്നതാണ് നമുക്ക് എടുത്തു തന്നെ പറയേണ്ട കാര്യം എന്ന് പറയുന്നത്. കേപ്പ് വെർദെയെ അർജന്റീന വില കുറച്ച് കണ്ടോ എന്നുള്ള സംശയം പോലും ഈ ഘട്ടത്തിൽ ഉന്നയിക്കേണ്ടിയിരിക്കുന്നു. കാരണം 2-2, 2-1, 2-2, 3-2 ഇങ്ങനെയാണ് കളി മുന്നേറിയത്. പക്ഷേ 2 തവണ അതിഗംഭീരമായിട്ട് കേപ്പ് വെർദെ മത്സരത്തിലേക്ക് തിരിച്ചു വരുന്ന കണ്ടു. മെസ്സിയെ അതിഗംഭീരമായി തടയുന്ന ബൊസീഞ്ഞ എന്ന ഗോൾ കീപ്പറെയും കണ്ടു. മൊത്തത്തിൽ മത്സരം നോക്കുകയാണെങ്കിൽ അർജന്റീന ലോക ചാമ്പ്യന്മാർ അവർ കഷ്ടിച്ച് മുന്നേറിയിരിക്കുന്നു എന്ന് വേണമെങ്കിൽ പറയേണ്ടിയിരിക്കുന്നു. ആദ്യഘട്ടത്തിൽ വിശദമായ വിശകലനത്തിലേക്ക് പോകാം. എനിക്കിപ്പം ജയേഷ് പൂക്കോട്ടുണ്ട്, ഒപ്പം MSKയും ചേർന്നു. ജയേഷ്, ഈ മത്സരം ഇത് എങ്ങനെ വിശേഷിപ്പിക്കണമെന്ന് അറിയില്ല. കഴിഞ്ഞ തവണയൊക്കെ പറഞ്ഞതുകൊണ്ട് നമ്മൾ ആ വാക്കിലേക്ക് പോകുന്നുമില്ല. ഇത് ഒരു ഘട്ടത്തിൽ അർജന്റീന റൗണ്ട് ഓഫ് 32 മടങ്ങുമെന്ന് തന്നെ കരുതുന്ന ഒരു അവസ്ഥയുണ്ടായിരുന്നു. പക്ഷേ അപ്പോഴും കോച്ച് സ്കലോണിയെ കാണിക്കുമ്പോൾ അദ്ദേഹത്തിൽ പഴയ ആത്മവിശ്വാസം കാണുന്നുണ്ടായിരുന്നു. അപ്പോഴും അർജന്റീന ആരാധകർ വിശ്വസിച്ചിരുന്ന, അല്ലെങ്കിൽ അവർക്ക് ആത്മവിശ്വാസമേകിയ ഒരു ഘടകം എന്ന് പറയുന്ന കഴിഞ്ഞ ലോകകപ്പ് ഫൈനൽ മാത്രമായിരിക്കും. അവർക്ക് കാരണം അന്നും സമാന അവസ്ഥയിൽ നിന്നുകൊണ്ട് 2 ഗോളിന് പിന്നിട്ട് നിന്ന് തിരിച്ചു വന്നു, ഗോൾ അടിച്ചു, ജയിക്കുന്നു ഷൂട്ടൗട്ടിലേക്ക്. പക്ഷേ ഈ മത്സരം ഷൂട്ടൗട്ടിലേക്ക് പോയിട്ടില്ല. ഒരുപക്ഷേ അവസാന ഘട്ടത്തിൽ അതിനുള്ള സാധ്യതയുണ്ടായിരുന്നു. കേപ്പ് വെർദെ അതിഗംഭീരമായിട്ട് അവസാന നിമിഷങ്ങളിലും പ്രസ് ചെയ്ത് കളിക്കുന്ന കാഴ്ച കണ്ടു. പക്ഷേ അവർക്ക് പിഴച്ചുപോയത് എവിടെയായിരിക്കാം? ഒരു പക്ഷേ ഈ വലിയൊരു വേദിയിൽ വന്നിട്ട് അവസാന നിമിഷം അവർക്ക് പിഴച്ചുപോയതാണോ, അതോ അർജന്റീന കഷ്ടിച്ച് രക്ഷപ്പെടുകയായിരുന്നു? കേപ്പ് വെർദെക്ക് പിഴച്ചിട്ടില്ല. അവർ സ്കോർ ബോർഡിലേ തോറ്റിട്ടുള്ളൂ. ഓൾറെഡി ജയിച്ചു കഴിഞ്ഞു ആ ടീം. കാരണം ഫുട്ബോൾ ഉള്ളിടത്തോളം കാലം, ഫുട്ബോൾ എത്ര നാൾ ഈ പ്രപഞ്ചത്തിലുണ്ടാവും അത്രത്തോളം നാൾ ഈ മത്സരം നിലനിൽക്കുമെന്നുള്ളത് തന്നെയാണ് യാഥാർത്ഥ്യം. അത് ഒരു ഓവറാക്കി പറയില്ല, അതിശയോക്തിയോടെ പറയുമെന്നല്ല. അപ്പോൾ മറഡോണയുടെ 86 മാച്ച് നടക്കുന്ന സമയത്ത് ഞാൻ ജനിച്ചിട്ടില്ലല്ലോ. നമുക്കത് ഇപ്പോഴും നമ്മുടെ മനസ്സിലുണ്ട്. അത് നേരിട്ട് കണ്ടതുകൊണ്ടോ അന്ന് വായിച്ചുകൊണ്ടോ ഒന്നുമല്ല. അത് പിന്നീട് പലരും നമുക്ക് പറഞ്ഞു തന്ന് ഇങ്ങനെ ഒരു മത്സരം ഉണ്ടായിരുന്നു, അത്ര ഗംഭീരമായിരുന്നു എന്നാണ്. പിന്നീട് നമ്മൾ യൂട്യൂബിലും മറ്റൊക്കെ കണ്ട് അങ്ങനെ കൂടിയതാ. 58 പെലെയുടെ മത്സരങ്ങൾ നമ്മൾ കണ്ടതൊന്നുമല്ലല്ലോ, വായിച്ചറിഞ്ഞും തുടങ്ങിണ്ട. അതുപോലെ തന്നെ ഫുട്ബോൾ ഉള്ളിടത്തോളം കാലം ഈ മത്സരം നിലനിൽക്കുന്ന കാര്യത്തിൽ തർക്കമില്ല, ഉറപ്പായിട്ടും. കേപ്പ് വെർദെ എന്ന് പറയുന്ന ഒരു രാജ്യം ലോകകപ്പിന് മുമ്പ് എത്ര പേര് കേട്ടിട്ടുണ്ടെന്നറിയില്ല. ഇനി ആ ടീമിനെ കുറിച്ച് ഒരാളും മറക്കുകയുമില്ല. കേപ്പ് വെർദെ എന്ന് പറയുമ്പോൾ അവരുടെ ഫുട്ബോൾ ടീം, ബൊസീഞ്ഞ, അവരൊക്കെ കൃത്യമായിട്ട് ഈ ലോകം എല്ലാ കാലത്തും ഓർക്കും. ആ രീതിയിലുള്ളൊരു മത്സരമാണ് അവർ കാഴ്ചവെച്ചത്. നോക്കും, അവർ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു ലോകകപ്പിന് വരുന്നത്. അവർ പക്ഷേ ഒരു ആക്സിഡൻ്റലി കയറി വരുന്നത്, അല്ലെങ്കിൽ ഒരു ഫ്ലൂക്കിൽ വരുന്നതല്ല. കാമറൂൺ അടക്കമുള്ള ടീമുകളെ അട്ടിമറിച്ചുകൊണ്ടാണ് അവർ ആഫ്രിക്കയിൽ നിന്ന് വരുന്നത്. ആഫ്രിക്കയിൽ എത്ര ഗംഭീര ടീമുകളുണ്ട്. കാമറൂണൊന്നും ഈ ലോകകപ്പ് കളിച്ചിട്ടില്ല എന്ന് കൂടി നമ്മൾ ആലോചിക്കുക. അപ്പോൾ അവിടെ നിന്ന് വരുന്നു. ഈ ലോകകപ്പിൽ വരുമ്പോൾ ആദ്യത്തെ മത്സരം ലിറ്ററലി നോക്കുമ്പോൾ നമ്മൾ വേൾഡ് കപ്പിന് മുമ്പുള്ള ഗ്രൂപ്പ് അനലൈസിങ്ങിലും മറ്റുമൊക്കെ ആ ഗ്രൂപ്പിലെ 4ാം സ്ഥാനക്കാർ കേപ്പ് വെർദെ ആയിരിക്കുമെന്നാണ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. സ്പെയിന് ഗ്രൂപ്പ് ചാമ്പ്യന്മാരാകുന്നു. 2ാം സ്ഥാനത്ത് ഉറുഗ്വേ ഉണ്ടാകും. സൗദി 3, 4. പക്ഷെ അവർ ആ ഗ്രൂപ്പിൽ ഒരു മത്സരം പോലും തോറ്റിട്ടില്ല. അവർ സ്പെയിനെതിരെ സമനില പിടിക്കുന്നു. അതൊരു ഹിസ്റ്റോറിക് മാച്ചായിരുന്നു. അത് ബൊസീഞ്ഞ ഒരു ലോകകപ്പിലെ ഒരു ഗോളിയുടെ ഏറ്റവും മികച്ച പ്രകടനത്തോടെ എന്നു അന്ന് ബൊസീഞ്ഞ സ്പെയിനെതിരെ കളിച്ചത്. സ്പെയിൻ വേഴ്സസ് ബൊസീഞ്ഞ ആയിരുന്നു. പിന്നീട് ഉറുഗ്വേക്കെതിരെ അവർ സമനില പിടിക്കുന്നു, സൗദിക്കെതിരെ സമനില പിടിക്കുന്നു. റൗണ്ട് ഓഫ് 32 നോക്കൗട്ടിലേക്ക് എത്തി എന്ന് പറയുന്നതിന് അവരെ സംബന്ധിച്ചിടത്തോളം വലിയ കാര്യമാണ്. അടുത്ത മത്സരം വരുന്നത് അർജന്റീനയ്ക്കെതിരെ, ലോക ചാമ്പ്യന്മാരായ അർജന്റീനയ്ക്കെതിരെ, നിലവിൽ ഈ ലോകകപ്പിൽ ഏറ്റവും ഫ്രീ ഫ്ലോയിങ് ആയിട്ട് ഫുട്ബോൾ കളിച്ചുകൊണ്ടിരിക്കുന്ന അർജന്റീനയ്ക്കെതിരെ, ലയണൽ മെസ്സിയുള്ള അർജന്റീനയ്ക്കെതിരെ. അവരുടെ പ്രസിഡന്റും പ്രധാനമന്ത്രിയും അടക്കം പറയുന്നുണ്ട്, അത് ഞങ്ങൾക്കൊരു ട്രീറ്റ് ആയിരിക്കും, മെസ്സിയെ ഞങ്ങൾ നല്ല രീതിയിൽ ചെയ്യും, അവർക്കെതിരെ കളിക്കാൻ കഴിയുന്നതിന് വലിയ ഭാഗ്യമാണെന്ന്. പക്ഷെ അക്ഷരാർത്ഥത്തിൽ അർജന്റീനയെയും മെസ്സിയൊക്കെ വെള്ളം കുടിപ്പിച്ചു അവർ. അതായത് 125 മിനിറ്റും വിറപ്പിച്ച് നിർത്തുക. നമ്മൾ ഈ പെരുവിരലൊക്കെ നിർത്തുക എന്ന് പറയുന്ന പോലത്തെ പ്രകടനം തന്നെയാണ് അവർ എത്തിയത്. അത് ചില സമയത്ത് മാത്രമല്ല, അവരുടെ ഡിഫൻസ് സ്ട്രോങ് ആയിരുന്നു, അവരുടെ അറ്റാക്കിങ്ങും ഗംഭീരമായിരുന്നു. പ്രത്യേകിച്ച് പിനെയെ പോലെയുള്ള ഡിഫൻസീവ് മിഡ് കളിച്ച താരത്തൊക്കെ നമ്മൾ എടുത്തു പറയേണ്ട പ്രകടനമാണ് അദ്ദേഹം നടത്തിയത്. സെൻട്രൽ ഡിഫൻഡേഴ്സ് ആയിക്കോട്ടെ, ലോപ്പസ് ഉൾപ്പെടെയുള്ള താരങ്ങളെ വിങ് ബാക്കിൽ. ഗോളി ബൊസീഞ്ഞ നമ്മൾ മുന്നേ പറഞ്ഞാണ് അദ്ദേഹത്തിൻ്റെ ഒരു ഫ്ലൂക്ക് പ്രകടനമല്ല, അദ്ദേഹം അതിഗംഭീരമായ ഗോൾ കീപ്പറാണെന്നുള്ളത്. ബൊസീഞ്ഞ അല്ലായിരുന്നെങ്കിൽ മെസ്സി ഇന്ന് ഹാട്രിക് അടിക്കുമായിരുന്നു. അത്രത്തോളം ഒരു 1-on-1 സിറ്റുവേഷനിലെ ഒരു സേവ് അദ്ദേഹം നടത്തിയിട്ടുണ്ട്, ഗംഭീരമായ സേവ്.
ഫ്രീ കിക്ക് ബോൾ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അദ്ദേഹം ഫാർ പോസ്റ്റിൽ നിൽക്കുമ്പോൾ ഓപ്പോസിറ്റ് സൈഡിലേക്ക് മെസ്സി ഒരു ഫ്രീ കിക്ക് അടിക്കുന്നുണ്ട്. അത് അദ്ദേഹം ഓടിപ്പ് ചാടി എടുക്കുന്നുണ്ട്. അദ്ദേഹത്തിന് ഹൈറ്റ്, കൈൻ്റെ അഡ്വാൻറ്റേജ് അപ്പം തോന്നിയ ജഡ്ജ്മെൻറ്റിൻ്റെ പുറത്ത്. വേറെ ആരെങ്കിലും ഒരു ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡിൽ അവിടെ സ്തബ്ധനായി നിൽക്കും. പക്ഷെ അദ്ദേഹത്തിന് അത് കത്തി, അദ്ദേഹം പോയിട്ട് ആ ബോൾ സേവ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഒരുപാട്, മാത്രമല്ല അർജന്റീന അടിച്ച ഗോളുകളിൽ മിക്കതും അദ്ദേഹത്തിൻ്റെ തലയ്ക്ക് മുകളിലൂടെ അടിച്ചു കയറ്റി കൊണ്ടുപോകുന്ന ഗോളാണ്. ഫസ്റ്റ് ഗോള് മെസ്സിയുടേത് അതൊരു നമ്മൾ പ്രൈം മെസ്സിയെ കണ്ട ഗോളായിരുന്നത്. എനിക്ക് റിസംബിൾ ചെയ്യുന്നത് 2018 ലോകകപ്പിൽ നൈജീരിയക്കെതിരെ ഇതേപോലെ ഒരു ഗോൾ വരുന്നുണ്ട്. നൈജീരിയ അർജന്റീനയെ പിടിച്ചുകൊണ്ട് നിൽക്കുകയാണ്. അർജന്റീനയ്ക്ക് അതൊരു ഡോറോഡൈ മാച്ചായിരുന്നു ഫസ്റ്റ്. അത് മെസ്സി തൊടയിലെടുത്തിട്ട് വലത് കാല് കൊണ്ട്, മെസ്സി ഇടങ്കാല് കൊണ്ടാണല്ലോ പൊതുവെ, വലത് കാല് കൊണ്ട് അടിച്ചു. സെയിം സാധനം തന്നെയായിരുന്നു. ഒരു ഔട്ടർ ഫുട്ടിലാണ് അദ്ദേഹം ചെയ്യുന്നത്. ഒപ്പം ഒരു ഡിഫൻഡർ ഉണ്ട്, പക്ഷെ ബോൾ നീങ്ങി പോകുന്നില്ല. അദ്ദേഹത്തിന്റെ കാലിൽ തന്നെയാണ്, നമ്മൾ ഈ ഒട്ടി നിൽക്കുക എന്നൊക്കെ പറയുന്ന പോലെ തന്നെ കാലിൽ തന്നെ ഒട്ടി നിൽക്കുന്നു. വൊസീഞ്ഞ കയറി വരുന്നുണ്ട്. വൊസീഞ്ഞയുടെ തലയ്ക്ക് മുകളിലൂടെ പക്ക പ്രോപ്പർ പ്ലേസിംഗ് ആയിരുന്നു അത്. ലിസാൻഡ്രോ മാർട്ടിനസ് അടിച്ച രണ്ടാമത്തെ ഗോൾ ഗംഭീരമായ ഗോളാണ്. അദ്ദേഹത്തിന് ലിസാൻഡ്രോയുടെ അസിസ്റ്റ് നമ്മൾ എടുത്തു പറയണം. നമ്മൾ ഒരു വൈറ്റ് ഷോട്ട് കാണിക്കുമ്പോൾ മെസ്സി എന്തിനാ ബോളില്ലാതെ ഓടുന്നത് നമ്മളൊരു തോട്ട് വരുന്നുണ്ട്. പക്ഷെ അത് ഗംഭീരമായ പാസ്സായിരുന്നു ലിസയുടെ. കാരണം കരമാർഗമുള്ള എല്ലാ പരിപാടികളും ഇവന്മാർ അടച്ചു കളഞ്ഞു. പിന്നെ ആകാശമാർഗേ അത് സാധ്യതയുള്ളൂ. അത് കൃത്യമായിട്ട് അർജന്റീന പ്രയോഗിച്ചു. ലിസാൻഡ്രോയുടെ സെക്കൻഡ് ഗോളും ഗംഭീരമായ ഗോളുകളായിരുന്നു. മെസ്സിയുടെ അസിസ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടുമായിരുന്നു. അതെ അതെ അതെ. മൂന്നാമത്തെ ഗോളും മെസ്സിയുടെ അസിസ്റ്റന്റ് തന്നെയായിരുന്നു. ഒരു കോർണറിൽ നിന്നായിരുന്നു റൊമേറോ ഗോൾ അടിക്കുന്നത്. അപ്പോൾ മറുവശത്തേക്ക് നോക്കുമ്പോൾ കബ്രാളിൻ്റെ ആ ഗോള് 256 ഗോളുകളാണ് തോന്നുന്നു, എനിക്ക് തോന്നുന്നു ഇതുവരെ ഇപ്പോൾ ഈ ലോകകപ്പിൽ പറഞ്ഞിട്ടുള്ളത്. അതിലെ ഏറ്റവും മികച്ച, ഈ ലോകകപ്പിലെ ഏറ്റവും മികച്ച ഗോളാണത്. അത് ഒരു ഗോളിന് വേണ്ട എല്ലാ ചേരുവകളും അടങ്ങിയ നല്ല ഗംഭീരമായ ഷോട്ടാണത്. പെർഫെക്റ്റ് ഷോട്ടാണ്. അതിനകത്ത് കർവുണ്ട്, ഡിപ്പുണ്ട്, പൊസിഷനിങ് ഉണ്ട്, പെർഫെക്റ്റ് സാധനം. എമ്മി ഒരു ഫുൾ ലെങ്ത് ഡൈവ് ചെയ്യുന്നുണ്ട്, എന്നാൽ പോലും അത് കിട്ടുന്നില്ല. അപ്പോൾ കെബറുടെ എന്തായാലും എല്ലാവരുടെയും ഇപ്പോൾ അർജന്റീന ആരാധകരായിക്കോട്ടെ, ന്യൂട്രൽ ഫാൻസ് ആയിക്കോട്ടെ, ഒപ്പണൻസ് ആയിക്കോട്ടെ, എല്ലാവരുടെയും മനസ്സ് നിറച്ചുകൊണ്ടാണ് മടങ്ങുന്നത്. കെബയുടെ ഇനി വേണം, സ്ഥിരമായിട്ട് വേണം. മാത്രമല്ല ഇനിയിപ്പോൾ കെബയുടെ ഏതെങ്കിലും മത്സരങ്ങൾ, അപ്പോൾ ആഫ്രിക്കയിലായിക്കോട്ടെ, അവർ എവിടെ കളിക്കുന്ന മത്സരങ്ങളായാലും കാണാൻ ആൾക്കാരുണ്ടാകും. ഇപ്പോൾ നേരിട്ടാണെങ്കിലും അല്ലാതെ TV-യിലാണെങ്കിലും നമ്മളെല്ലാവരും അവരുടെ മത്സരത്തിനായി കാത്തിരിക്കുമെന്നുള്ളതൊരു സത്യം തന്നെയാണ്. ഒപ്പം തന്നെ വൊസീഞ്ഞയൊക്കെ നമ്മൾ എല്ലാ കാലത്തും, സാധാരണ ഒരു ടൂർണമെൻറ്റിൽ നിന്ന് ഉദിച്ചു വരുന്ന താരങ്ങൾ നമ്മളങ്ങനെ എല്ലാ കാലത്തും ഓർത്ത് വെക്കണം എന്നൊന്നുമില്ല. അത് അവരുടെ ഒരു ഇത് നിലനിർത്തിക്കൊണ്ട് പോകണം. അവരുടെ ഒരു ലെഗസി നിലനിർത്തിക്കൊണ്ട് പോകുന്ന പ്ലേയേഴ്സെ എല്ലാ കാലത്തും ഓർക്കപ്പെടുള്ളൂ. പക്ഷേ വൊസീഞ്ഞ ഈ ഒരൊറ്റ ടൂർണമെൻറ്റ് കൊണ്ട് തന്നെ ഓർക്കപ്പെടും. ഒരു ഗോളിമാരുടെ ഒരു ഗംഭീരമായ പട്ടികയിലേക്ക് അയാളും ഓടിക്കയറുകയാണ്. ശരിക്കും പറഞ്ഞാൽ ഒരു അതിഗംഭീരമായ മത്സരം. ഒരു അർജന്റീനയുടെ ആരാധകൻ എന്നുള്ള നിലയ്ക്ക് എന്താ പറയുക, ഒരു അറ്റാക്ക് അതിജീവിച്ചുകൊണ്ട് പ്രീ ക്വാർട്ടറിലേക്ക് പോകുന്നു. തീർച്ചയായിട്ടും MSK മത്സരം വീണ്ടും MSK ഒരു പക്ഷേ കാണുകയായിരിക്കും. കാരണം നമുക്കെല്ലാവർക്കും അപ്രതീക്ഷിതമായിട്ട് തന്ന ഒരു ഞെട്ടിക്കൽ പ്രകടനമാണ് മറുഭാഗത്ത് നിന്നുണ്ടായത്. കേപ്പ് വെർദെയുടെ ഭാഗത്ത് നമ്മൾ പ്രതീക്ഷിച്ചിരുന്നു. പക്ഷേ ഈ ജയേഷ് പറഞ്ഞത് അത് കൃത്യമായിട്ടുള്ള പോയിന്റാണ്. കാരണം അർഹിക്കുന്നുണ്ട്, കേപ്പ് വെർദെ അർഹിക്കുന്നുണ്ട് ഇനിയും ഈ ലോകകപ്പിൽ മുന്നോട്ട് പോകാൻ. 2018 ഒരു പക്ഷേ മൊറോക്കോ നടത്തിയൊരു മുന്നേറ്റം പോലെ കേപ്പ് വെർദെയും നമുക്ക് അർഹതപ്പെട്ട ഒരു കാര്യമാണ്. പക്ഷേ മറുഭാഗത്തിൽ ലോക ചാമ്പ്യന്മാരാണ്, അർജന്റീനയാണ് എന്നതുകൊണ്ട് തന്നെ മാത്രമാണ് നമ്മൾ അതിനെ ന്യൂട്രലൈസ് ചെയ്ത് പോകുന്നത് ഈ ഒരു ഘട്ടത്തിലും. അല്ലായിരുന്നുവെങ്കിൽ ഒരു പക്ഷേ കേപ്പ് വെർദെക്കൊപ്പം തന്നെ നിൽക്കുമായിരുന്നു മുഴുവൻ ജനതയും എന്ന് പറയേണ്ടിയിരിക്കുന്നു. കുറച്ച് പേരുകൾ ഇപ്പോൾ പറഞ്ഞു. നമുക്ക് ഈ കളി തുടങ്ങുന്നതിന് മുമ്പ് വരെ നമുക്കൊരു വൊസീഞ്ഞ മാത്രമായിരുന്നു അറിയാനുണ്ടായിരുന്നത്. പക്ഷേ മറുഭാഗത്തേക്ക് ഇപ്പോൾ നോക്കുകയാണെങ്കിൽ കുറേയേറെ പേരുകൾ, ഇപ്പോൾ പറഞ്ഞ ആ കബ്രാൾ ഗോൾ നേടിയ കബ്രാളുണ്ട്, അപ്പോൾ ഡാക്കോസ്റ്റയുണ്ട്, മുന്നേറ്റ നിരയിൽ കളിച്ചിരുന്ന ഡാക്കോ, പിന്നെ 2 ഡുറാട്ടി സഹോദരന്മാരുണ്ട്. അതുകൂടാതെ പിന്നിലേക്ക് വരുമ്പോൾ വൊസീഞ്ഞ വരുന്നുണ്ട്. ഇങ്ങനെ മുന്നിൽ, മധ്യനിരയിൽ, പിൻനിരയിൽ, ഒപ്പം ഗോൾ കീപ്പർ ആയിട്ട് നിൽക്കുന്ന ഇങ്ങനെ ഒരു താരനിര. നമ്മളെ ഇനിയുള്ള കാലത്ത് നമ്മൾ ഒരുപക്ഷെ ചർച്ച ചെയ്യപ്പെടാൻ പോകുന്ന പേരുകളായിരിക്കും ഇവയെല്ലാം എന്ന് പറയേണ്ടിയിരിക്കുന്നു. പ്രത്യേകിച്ച് ഈ കളിയുടെ തുടക്കഘട്ടത്തിൽ 20 മിനിറ്റോളം അർജന്റീന എനിക്ക് തോന്നുന്നു കളി പഠിക്കുകയായിരുന്നു എന്നാണ് തോന്നുന്നത് ആദ്യഘട്ടത്തിൽ. അതിനുശേഷമാണ് അവർ അതിനിടയ്ക്ക് അറ്റാക്ക് നടത്തുന്നുണ്ടെങ്കിലും അത് അങ്ങോട്ട് ഫലവത്താകുന്നില്ല. മെസ്സി അടക്കമുള്ളവർ മുന്നേറ്റത്തിലേക്ക് പോകുന്നു. അതിനിടയിൽ വൊസീഞ്ഞയുടെ സേവുകൾ വരുന്നുണ്ട്. ഈ പറഞ്ഞ രീതിയിൽ 4-1 അണിനിരന്ന കേപ്പ് വെർദെ ഒരു ശക്തമായിട്ടുള്ള ഡിഫൻഡ് കാഴ്ചവെക്കുന്നുണ്ട്. 1-2 മുന്നേറ്റങ്ങൾ ആദ്യ 20 മിനിറ്റിൽ. പക്ഷേ ആ ഫസ്റ്റ് ഡ്രിങ്ക്സ് ബ്രേക്കിന് ശേഷം വരുന്ന മെസ്സിയുടെ ഗോളാണ് പിന്നെ കളി മാറ്റിയെഴുതുന്നത്. അറ്റാക്ക് മോഡിലേക്ക് പിന്നെ കളി മാറുകയും ചെയ്യുന്നുണ്ട്, കൂടുതൽ അറ്റാക്കിലേക്ക് വരികയും ചെയ്യുന്നുണ്ട്.
പക്ഷേ അതിൽ നിന്ന് അവർ തിരിച്ചു വരുന്നു എന്നുള്ളതാണ്. നമ്മൾ ഇവരുടെ സ്പെയിനെ 0-0 പിടിച്ചു നിർത്തുന്ന കേപ്പ് വെർദെ അതൊരു ഫ്ലൂക്കാണെന്ന് നമ്മൾ വിശ്വസിച്ച ഘട്ടത്തിലാണ് ഉറുഗ്വേക്കെതിരെ 2 തവണ പിന്നിൽ നിന്ന ശേഷം 2-2 ഗോൾ അടിച്ച് അവർ തിരിച്ചു വരുന്നത്. സമാനമായ അവസ്ഥയായിരുന്നു അർജന്റീനയ്ക്കെതിരെ. ഈ മത്സരം അർജന്റീനയെ തുറന്നു കാട്ടുന്ന മത്സരമായിട്ടാണോ വിലയിരുത്തപ്പെടുക എന്നുള്ളതാണ്. കാരണം അവരുടെ പിഴവുകളെ സംബന്ധിച്ച്, അവരുടെ പ്രതിരോധത്തെ സംബന്ധിച്ച്, ഇപ്പോൾ കേപ്പ് വെർദെയുടെ പ്രതിരോധം ഏറ്റവും ശക്തമാണെന്ന് നമ്മൾ വിലയിരുത്തുമ്പോഴും ഇപ്പോൾ ഇപ്പുറത്തേക്ക് നോക്കുകയാണ് റൊബേര അടക്കമുള്ളവർ നയിക്കുന്ന ആ പ്രതിരോധം പാളിയത് തന്നെയാണോ അതോ കേപ്പ് വെർദെയുടെ മികച്ച ഇൻസ്റ്റിങ് തന്നെയാണോ ഈ തീർച്ചയായിട്ടും കേപ്പ് വെർദെ തന്നെയാണ് എടുത്തു പറയാനുള്ളത്. കേപ്പ് വെർദെ ടീമിന്റെ അവരുടെ ബ്രില്യൻസ് തന്നെയാണ്. കേപ്പ് വെർദെ ഈ മത്സരത്തിന് തൊട്ട് മുമ്പ് വരെ അണ്ടർഡോഗ്സ് ആയിരുന്നു. അണ്ടർഡോഗ്സിനുള്ള ഏറ്റവും വലിയ പ്രത്യേകത എന്നുള്ളത് അവർ എതിരാളികളെ അത്ര ഭയപ്പെടേണ്ട കാര്യമില്ല. ഇവിടെ കേപ്പ് വെർദെയോട് ആരെങ്കിലുമൊക്കെ പറയണമായിരുന്നു അത് അപ്പുറത്തുള്ളത് ലോക ചാമ്പ്യന്മാരായ അർജന്റീനയാണ്, ലയണൽ മെസ്സിയെ പോലുള്ള ലോകോത്തര താരങ്ങൾ അപ്പുറമുണ്ട്, അതൊക്കെ കേപ്പ് വെർദെ ആരെങ്കിലുമൊക്കെ പറഞ്ഞ് പഠിപ്പിക്കണമായിരുന്നു. പക്ഷേ കേപ്പ് വെർദെ അതൊന്നും പഠിക്കാതെയാണ്, അല്ലെങ്കിൽ എതിരാളികളെ ഒരു ഘട്ടത്തിൽ പോലും ഭയപ്പെടാതെയാണ് ഈ മത്സരത്തിൽ കളിച്ചിട്ടുള്ളത്. അവരുടെ പെർഫോമൻസ് എന്ന് പറയുമ്പോൾ ബ്രില്യൻ്റ് ആയിരുന്നു. ഇപ്പം പറഞ്ഞ തന്നെ, അതായത് 3 ലോക ചാമ്പ്യന്മാരെയാണ് അവർ 90 മിനിറ്റിന് ശേഷവും പ്രതിരോധിച്ച് നിർത്തിയത്. സ്പെയിൻ ലോക ചാമ്പ്യന്മാരാണ്, ഉറുഗ്വേ ലോക ചാമ്പ്യന്മാരാണ്, അർജന്റീന ലോക ചാമ്പ്യന്മാരാണ്. അപ്പം 3 ലോക ചാമ്പ്യന്മാർക്കെതിരെ 90 മിനിറ്റും ഞങ്ങളോട് കളിച്ചാൽ പോരാ, അതിൽ കൂടുതൽ കളിച്ചാൽ മാത്രമേ ഞങ്ങൾ കീഴടങ്ങുള്ളൂ എന്ന രീതിയിലേക്ക് അവർ പെർഫോമൻസ് കാഴ്ചവെച്ചു എന്ന് പറയുമ്പം ഇപ്പം 5 ലക്ഷം പേരെങ്ങാനാണ് അവിടെ ഉള്ളത് ടോട്ടൽ. അപ്പൊ 5,30,000. 5,30,000. ഇവിടെ ഒരു ആഡംബര കല്യാണം നടക്കുകയാണെങ്കിൽ ഈ 5,30,000 ആൾക്കാരൊക്കെ പങ്കെടുക്കുന്ന കല്യാണങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്. അതായത് ഒരു കല്യാണത്തിന് കൂടാവുന്ന ആളുകളാണ് അവിടെ മൊത്തത്തിലുള്ളത്. അങ്ങനെയുള്ള ഒരു രാജ്യം, കേപ്പ് വെർദെ എന്നുള്ള രാജ്യം, അവർ അടയാളപ്പെടുത്തപ്പെടുകയായിരുന്നു ഈ ലോകകപ്പിൽ. ഇപ്പം അണ്ടർഡോഗ്സിന്റെ അതേ ഡെഫിനിഷനിൽ നമുക്ക് കാണാൻ പറ്റും. ഈ മത്സരത്തിൽ നോക്കുമ്പോൾ തന്നെ അർജന്റീനൻ ആരാധകർ തന്നെ പറയാൻ സാധ്യതയുള്ള ഒരു കാര്യം, ഇങ്ങനെ ജയിച്ചിട്ട് എന്താ കാര്യം, ഇതുകൊണ്ടെന്തോ കാര്യമുണ്ടോ എന്ന് അവർ സ്വയം പറയാൻ സാധ്യതയുള്ളൊരു മത്സരമാണ്. കാരണം കേപ്പ് വെർദെ തുടക്കം മുതൽ അവസാനം വരെ അവരുടെ ഒരു ഫൈറ്റിംഗ് സ്പിരിറ്റ് എന്ന് പറയുമ്പം അതിഭീകരമാണ്. അതായത് ഒരു ഗോൾ അടിക്കുന്നു, തിരിച്ചടിക്കുന്നു. നേരത്തെ ജയേഷ് പറഞ്ഞ പോലെ അവരുടെ ഗോൾ ഈ ലോകകപ്പിലെ ഏറ്റവും മികച്ച ഒരു 5 ഗോളുകളിൽ ഒന്നായിരിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഒരു ഘട്ടത്തിൽ പോലും അവർ തിരിച്ചടിക്കാനുള്ള ഒരു മെന്റാലിറ്റി ഉണ്ടല്ലോ. അവർ ഗോളി മാത്രമല്ല, അവരുടെ ഇപ്പം ഈ ജയേഷൊക്കെ കാണാതെ പഠിച്ചിരിക്കുകയാണ് അവരുടെ കളിക്കാരുടെയൊക്കെ പേരുകൾ. അങ്ങനെ അദ്ദേഹത്തെ കൊണ്ട് ആ പേരുകൾ കാണാതെ പഠിപ്പിക്കാൻ മാത്രം കേപ്പ് വെർദെ എന്നുള്ള രാജ്യം വളർന്നു, അല്ലെങ്കിൽ അവർ ജനങ്ങളുടെ മനസ്സിലേക്ക് എത്തി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ ഒരു രാജ്യം മൊത്തം അവർക്ക് വേണ്ടി ഈ ചെറിയ രാജ്യം, കുഞ്ഞൻ രാജ്യം, വലിയ രാജ്യം എന്നത് ഫുട്ബോളിൽ ഇല്ല എന്ന് നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. എങ്കിൽ കൂടിയും നമ്മൾ ഈ മത്സരത്തിന് മുമ്പ് അർജന്റീനയുടെ ജേണി വളരെ ഈസിയാണ്, സെമി വരെ കുഴപ്പമില്ല. നമ്മൾ സെമി വരെയാണ് കണക്കൂട്ടിയത്. അർജന്റീന അടുത്ത റൗണ്ടിൽ കേപ്പ് വെർദെയെ തോൽപ്പിക്കുന്നു, അതിനടുത്ത മത്സരത്തിൽ ഈജിപ്തിനെ തോൽപ്പിക്കുന്നു, അങ്ങനെ നേരെ സെമിയിലേക്ക് എത്തുന്നു എന്ന രീതിയിൽ കണക്ക് കൂട്ടിയ ഒരുപാട് പേരുണ്ട്. അർജന്റീനയുടെ പാത്ത് വളരെ ഈസിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് കണക്കൂട്ടിയവർ ഒരുപാട് പേരുണ്ട്. ഇനി അവർ ആ കണക്കൂട്ടിലൊക്കെ മാറ്റി നിർത്താൻ, അല്ലെങ്കിൽ മാറ്റി നിർത്താനുള്ള എല്ലാ സാധ്യതയുണ്ട്. അർജന്റീനയുടെ ഇനിയുള്ള വഴികൾ, ഈ മത്സരം പോരാ എന്ന രീതിയിൽ തന്നെ അവരുടെ ആരാധകർ ചർച്ച ചെയ്തിട്ടുണ്ട്. പിന്നെ വൊസീഞ്ഞ ഈ ഗോളിയെ കുറിച്ച് പറയുകയാണെങ്കിൽ അദ്ദേഹം ഈ ഒരു ഫ്രീ കിക്ക് സേവ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഫ്രീ കിക്ക് മെസ്സി പെട്ടെന്ന് എടുത്തൊരു ഫ്രീ കിക്ക് ആയിരുന്നു. അതുപോലും അദ്ദേഹം അത് മുന്നിൽ കണ്ടുകൊണ്ട് ജയേഷ് പറഞ്ഞ അതേ സേവ് തന്നെ അദ്ദേഹം അതിന് കറക്റ്റായിട്ട് ജഡ്ജ് ചെയ്ത് കറക്റ്റായിട്ട് സേവ് ചെയ്യുന്നു എന്നുള്ളത് നോക്കുമ്പോൾ വൊസീഞ്ഞ ഈ ലോകകപ്പിൻ്റെ ഒരു ഏറ്റവും മികച്ച ഗോളികളിൽ ഒരാളായി. ഇപ്പം ഈ പ്രീ ക്വാർട്ടറിൽ തോറ്റെങ്കിലും ഒരുപക്ഷെ ഈ ഏറ്റവും മികച്ച ഗോളികളിൽ ഒരാളായി തിരഞ്ഞെടുക്കപ്പെടാനുള്ള സാധ്യതയുണ്ട്. ഈ വൊസീഞ്ഞയെ കുറിച്ച് അദ്ദേഹം ഒരു ഇലക്ട്രീഷ്യൻ ആയിരുന്നു, നാട്ടിലൊരു ഇലക്ട്രീഷ്യനാണ്. ഇപ്പം ഇലക്ട്രീഷ്യന്മാരുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ഫീസൊക്കെ ഊരുക എന്നുള്ള ഒരു പരിപാടി. അപ്പം ഒരു ഘട്ടത്തിൽ ഏതാണ്ട് അർജന്റീനയുടെ ഫീസ് മെസ്സിയുടെ അടക്കം ഫീസ് ഊരുന്ന ഒരു ഘട്ടം വരെ വൊസീഞ്ഞ ഉണ്ടായിരുന്നു. അപ്പം തീർച്ചയായിട്ടും കേപ്പ് വെർദെക്ക് അഭിമാനത്തോടു കൂടി തന്നെ ഈ ലോകകപ്പിൽ നിന്നും പടിയിറങ്ങാമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പിന്നെ അർജന്റീനയെ സംബന്ധിച്ചിടത്തോളം അർജന്റീന ഒരിക്കലും അവരുടെ ഒരു മോശം പെർഫോമൻസാണ് ഈ മത്സരത്തിൽ കളിച്ചത് എന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷെ അതിനേക്കാൾ ഉപരി അതിൻ്റെ മുകളിൽ കേപ്പ് വെർദെയുടെ പോരാട്ട വീര്യം നിന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ജയ്ഷ, ഇവരുടെ ആദ്യ ഗോള് പിറന്ന ആ ഒരു വഴി അതൊന്ന് ആലോചിച്ച് നോക്കുക. അർജന്റീനയുടെ ഫൈനൽ തേർഡിൽ പാസ് ചെയ്ത് ഏതാണ്ട് 1 മിനിറ്റോളം ഞാൻ നോക്കിയിരിക്കുകയായിരുന്നു. അത്രമാത്രം കളിക്കാർ പാസ് ചെയ്ത് ഏതാണ്ട് നമ്മൾ 2006 ആ കാബിയസോ ഗോൾ അനുസ്മരിപ്പിക്കുന്ന തരത്തിൽ അവരുടെ പെനാൽറ്റി ബോക്സിന് മുന്നിൽ കടന്ന് പാസ് ചെയ്ത് കളിക്കുകയായിരുന്നു. അതായത് ഒരു ഘട്ടത്തിലും അർജന്റീന ഡിഫൻഡർമാർക്കോ അല്ലെങ്കിൽ അവർക്ക് പന്ത് റാഞ്ചാൻ ഒരു അവസരവും കൊടുക്കാത്ത തരത്തിൽ അത് ഗംഭീരമായിട്ട് ഫിനിഷ് ചെയ്യുന്ന ഒരു കാഴ്ചയും നമ്മൾ കണ്ടു. മറ്റൊന്ന് 3 ഫ്രീ കിക്കുകൾ, ഒരെണ്ണമൊന്നുമില്ല, ലയണൽ മെസ്സിയുടെ 3 ഫ്രീ കിക്കുകൾ തടഞ്ഞിടുന്ന ഒരു ഗോൾ കീപ്പർ മറുഭാഗത്ത് അവതരിക്കുന്നു. വൊസീഞ്ഞ എന്ന മനുഷ്യൻ അവതരിക്കുന്നു.
4-1-2-3 എന്നുള്ള ഫോർമേഷനിൽ അവർ അണിനിരക്കുന്നു. മറ്റൊരുത്ത് 4-1-4-1 കേപ്പ് വെർദെയും അണിനിരക്കുന്നു. ഒരു ഘട്ടത്തിലും അവർക്ക് അവരുടെ ഡിഫൻസ് ഷേപ്പ് മാറുന്നില്ല എന്നുള്ളതായിരുന്നു ഏറ്റവും വലിയ പ്രത്യേകതയായിട്ട് തോന്നുന്നത്. എല്ലാ ഘട്ടത്തിലും വൈഡ് ആംഗിൾ മത്സരം കാണുമ്പോഴൊക്കെ നമുക്കറിയാം ആ 4 പേർ അവരുടെ പൊസിഷൻ കീപ്പ് ചെയ്ത് കളിക്കുന്നു. തൊട്ട് മുന്നിൽ തന്നെ 4 പേര് വരുന്നുണ്ട്. ഒരു ഘട്ടത്തിൽ 5 പേർ മുന്നിൽ നിരയിൽ വരുന്ന തരത്തിലുള്ള ഫോർമേഷനിലേക്ക് അവർ മാറുന്നുണ്ട്. അതിവേഗത്തിൽ അത് ഡിഫൻസിലേക്ക് വരികയും ചെയ്യുന്നുണ്ട്. ഇങ്ങനെ നോക്കുകയാണെങ്കിൽ ഫോർമേഷനിൽ വന്നിട്ടുള്ള മാറ്റം അതിനുശേഷം രണ്ടാം പകുതിയിൽ വന്നിട്ടുള്ള അർജന്റീന മുൻനിരയെ 2 പേരെ മാറ്റിയിട്ട് പുതുക്കി പണിയുന്നുണ്ട് സ്കലോണി. അപ്പോൾ അതുകൂടി ഈ മത്സരത്തിൻ്റെ ഗതി നിർണ്ണയിക്കുന്ന ഘടകമായിട്ടുണ്ടോ? കഴിഞ്ഞ മത്സരത്തിലെ പോലെ സബ്സ്റ്റിറ്റ്യൂഷൻ എത്രത്തോളം ഈ കളിയിൽ ഇമ്പാക്ട് ചെയ്തിട്ടുണ്ട്? മാത്രവുമല്ല 120 മിനിറ്റും മെസ്സിയെ കളിപ്പിച്ചു എന്നുള്ളതാണ്. കാരണം ഒരു അപകടം അദ്ദേഹം ഭയന്നിരുന്നു എന്നുള്ളത് തന്നെയാണ് അതിൽ വ്യക്തം. ഒന്ന് ഡുവാർട്ടെ ആദ്യത്തെ ഗോള് കെബോഡിക്കിൻ്റെ ആദ്യത്തെ ഗോൾ നേടുമ്പോൾ ബോക്സിൽ വളരെ ഫ്രീയാണ്. അദ്ദേഹത്തിന് 2-3 ടച്ചൊക്കെ എടുക്കാനുള്ള സമയം അവിടെ കിട്ടുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അവിടെ പാസ് വരുന്നത് ആ ഗോളിലേക്കുള്ള ഡുവാർട്ടേക്കുള്ള പാസ് വരുന്നത് ഫക്കുണ്ടോ മെദീനയുടെ കാലിൻ്റെ ഇടയിൽ കൂടിയാണ് പോകുന്നത്. ഡുവാർട്ടെ ആ ബോള് ഫസ്റ്റ് ടച്ച് എടുത്തതിന് ശേഷം ഷോട്ട് ചെയ്യുന്നത് ലിസാൻഡ്രോ മാർട്ടിനസിൻ്റെ കാലിൻ്റെ ഇടയിലൂടെയാണ് പോകുന്നത്. നമ്മൾ ഈ കൈൻഡ് ഓഫ് നഡ്മഗ് എന്ന് പറയുമല്ലോ, 2 പ്ലെയേഴ്സിൻ്റെ കാലിൻ്റെ ഇടയിലൂടെയാണ് ആ ഗോള് പോകുന്നത്. എമിക്കോ തൊടാൻ കഴിയുന്നില്ല. ഒന്ന് നല്ല പവർഫുൾ ഗ്രൗണ്ടറായിരുന്നു, അത് നേരെ പോസ്റ്റിലേക്ക് പോകുന്നു. അർജന്റീനയുടെ ഡിഫൻസ്, അതായത് ചില മത്സരങ്ങൾ അർജന്റീനയ്ക്ക് ചില മത്സരങ്ങൾ നമ്മൾ ഈ ഒരു സൂചനകളായിട്ട് കൊടുക്കും. കഴിഞ്ഞ വേൾഡ് കപ്പിൽ അത് സൗദി കൊടുത്തു. അതിനുശേഷം അർജന്റീന എല്ലാം പരിഹരിച്ചു പോയി. ഈ വേൾഡ് കപ്പിലേക്ക് നോക്കുമ്പോൾ വേറെ ആക്ഷേപങ്ങളൊന്നുമില്ല. അർജന്റീന എല്ലാ മത്സരവും അനായാസം ജയിച്ച് കയറുന്നു. പ്രത്യേകിച്ച് ഓസ്ട്രേലിയക്കെതിരെ മത്സരമൊക്കെ നന്നായിട്ട് തന്നെ കളിക്കുന്നു. ജോർദാനെതിരെ മെസ്സി ഇറങ്ങാത്ത സാഹചര്യത്തിൽ പോലും അവിടെ സ്കോർ വരുന്നുണ്ട്, ഗോൾ വരുന്നുണ്ട്. അപ്പോൾ വേറെ ആശങ്കകളൊന്നുമില്ല എന്ന് കരുതി നിൽക്കുന്ന സമയത്ത് കേപ്പ് വെർഡെ കൊടുത്ത ഈ പണി, നേരത്തെ MSK പറഞ്ഞ പോലെ തന്നെ ഈ ഷോക്ക്, അത് അർജന്റീനയ്ക്ക് ഉറപ്പായിട്ടും സ്കലോണിക്കും അർജന്റീനയ്ക്കും അടുത്ത മത്സരങ്ങളിൽ ഏതുവിധം, ഇനിയിപ്പോൾ ഈജിപ്തായിട്ടാണ് അർജന്റീനയ്ക്ക് കളിക്കാനുള്ളത്, അവിടെ മർമോഷും സലയും അടക്കമുള്ള നല്ല മുന്നേറ്റക്കാരുണ്ട്, നല്ല വിങ്ങേഴ്സുണ്ട്. ഉറപ്പായിട്ടും ഡിഫൻസിന് നല്ല പണി കിട്ടും. അപ്പോൾ ഒന്ന് ഈ വിധം ഗോള് വഴങ്ങുമ്പോൾ മാത്രമല്ല, അവർ ഒരു ലോ ബ്ലോക്ക് ഡിഫൻസ് അല്ലെങ്കിൽ ഒരു ബസ് പാർക്കിംഗ് ഡിഫൻസ് പ്രതീക്ഷിച്ച അർജന്റീനയ്ക്കെതിരെ അവർ കിട്ടുമ്പോഴെല്ലാം അറ്റാക്ക് ചെയ്ത് വന്ന് കയറുന്നുണ്ട്. നമ്മൾ ഇപ്പോഴത്തെ ബൊസിനിയെ പറഞ്ഞ പോലെ തന്നെ എമിയുടെ ഒരു 3-4 സേവുകൾ, നമ്മൾ 2 ഗോൾ വഴങ്ങിയെങ്കിൽ പോലും ഒരു 3-4 ഗംഭീരമായ സേവുകൾ. അവസാന നിമിഷം ആ ഫ്രീ കിക്ക്, അത് ഒരു മാരക കിക്കായിരുന്നു. ഉറപ്പായിട്ടും കയറേണ്ട ബോളോ, നല്ല പവറിലാണ് ആ ബോൾ വരുന്നത്. ഉറപ്പായിട്ടും അത് ക്രോസ് ബാറിൽ ഇടിച്ച് കയറേണ്ട ബോളായിരുന്നു. അത് എമിയുടെ സേവ് മാരക സേവായിരുന്നു. അപ്പം അത്തരത്തിൽ എമിയും അർജന്റീന ഡിഫൻസും നന്നായിട്ട് പരീക്ഷിക്കപ്പെട്ടൊരു മത്സരമാണ്. അതും താരതമ്യേന നേരത്തെ എല്ലാവരും പറയുന്ന പോലെ കുഞ്ഞൻ ടീം എന്ന ടാഗ് ഉണ്ടായിരുന്ന ഒരു ടീമിനെതിരെ അത് പറഞ്ഞ പോലെ ഒരു അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ സാധ്യതയില്ല. കാരണം വേൾഡ് കപ്പ് പോലെ നോക്കൗട്ട് പോലെയുള്ള മത്സരത്തിൽ എല്ലാ ടീമുകളെയും വലിയ ശ്രദ്ധയോടെ തന്നെയാണ് പരിശീലകരും താരങ്ങളും കാണുക എന്നുള്ളത്. അത് സ്കലോണി വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ ചെറുതായി കാണാൻ, കേപ്പ് വെർഡെ ചെറുതായി കാണാൻ ഉദ്ദേശിക്കുന്നില്ല. അവർ ശക്തരായ ടീം തന്നെയാണെന്ന് സ്കലോണി മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവരെ അത്ര കാര്യമായിട്ട് തന്നെ അർജന്റീന കണ്ടു എന്നുള്ളതിൻ്റെ കാരണം നേരത്തെ അനുപേട്ടൻ പറഞ്ഞ പോലെ തന്നെ ലയണൽ മെസ്സി 120 മിനിറ്റും കളിച്ചു എന്നുള്ളത് തന്നെയാണ്. അദ്ദേഹത്തിന് ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ ഗ്യാപ്പ് കിട്ടുമ്പോൾ അദ്ദേഹത്തെ മാറ്റിയിരുത്തായിരുന്നു. പ്രത്യേകിച്ച് ഒരു ചെറിയൊരു ഗ്യാപ്പ് പോലും ഇല്ല. മത്സരങ്ങളെല്ലാം ടൈറ്റായിട്ടാണ് പോകുന്നത്. ഇപ്പോൾ നമുക്കറിയാം, ഇപ്പോൾ റൗണ്ട് ഓഫ് 32 ഇന്ന് അവസാനിച്ചു. ഇന്ന് രാത്രി തന്നെ പ്രീ ക്വാർട്ടർ സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പോൾ ഒരു ഗ്യാപ്പും ഇല്ലാത്ത രീതിയിലാണ് മത്സര ഷെഡ്യൂൾ നടക്കുന്നത്. സ്വാഭാവികമായിട്ടും ഒരു എലൈറ്റ് പ്ലെയറെ സംബന്ധിച്ചിടത്തോളം അവരെ പ്രോപ്പറായിട്ട് റെസ്റ്റൊക്കെ കൊടുക്കേണ്ടതാണ്. പക്ഷേ 120 മിനിറ്റും മെസ്സിയെ കളിപ്പിച്ചു എന്ന് പറയുന്നത് ഇവർ ഏത് നിമിഷം വേണമെങ്കിലും പണി തരും, പേടിപ്പിക്കും എന്നുള്ള ഒരു ആശങ്ക സ്കലോണിക്ക് ഉള്ളതുകൊണ്ട് തന്നെയാണ്. എന്തായാലും ഈ ഒരു മത്സരത്തോടു കൂടി ഡിഫൻസ് ഓട്ടയടയ്ക്കാൻ മെനക്കെട്ട് പരിശ്രമിക്കും എന്നുള്ള കാര്യം ഉറപ്പാണ്. അർജന്റീന വരുത്തിയ മാറ്റങ്ങളിൽ 2 പേരും 2 വിങ് ബാക്സ് ആയിരുന്നു എന്നുള്ള കാര്യം കൂടി നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. തീർച്ചയായിട്ടും. റിപ്പോർട്ടർ ടിവിയും മൈജിയും ചേർന്നൊരുക്കുന്ന ലോകകപ്പ് പ്രവചന മത്സരം നേടാം. ടയോട്ട ഗ്ലാൻസ് കാർ അടക്കമുള്ള ബമ്പർ സമ്മാനങ്ങൾ. വിസിറ്റ് reporterlive.com. Scan this QR code. മെസ്സിയെക്കുറിച്ച് കൂടി പറയാതെ അവസാനിപ്പിക്കാൻ കഴിയില്ലല്ലോ. മെസ്സി ലോകകപ്പിലെ 7ാമത്തെ ഗോൾ നേടുന്നു. ഈ ലോകകപ്പിലെ 7ാമത്തെ ഗോൾ നേടുന്നു. അദ്ദേഹം ലോകകപ്പ് മത്സരങ്ങളിലെ തുടർച്ചയായിട്ടുള്ള 8 മത്സരങ്ങളിൽ 8 ഗോളുകൾ നേടുന്നു എന്നുള്ള താരം. അത് കഴിഞ്ഞ ലോകകപ്പിൽ തുടങ്ങിയ ഓസ്ട്രേലിയക്കെതിരെ തുടങ്ങിയ ആ ഗോൾ വേട്ട ഇപ്പോഴും അദ്ദേഹം തുടരുന്നു എന്നുള്ളതാണ്. പക്ഷേ ജയ്ഷ് ആദ്യം സൂചിപ്പിച്ചതുപോലെ മറുഭാഗത്ത് ബൊസീഞ്ഞ അല്ലായിരുന്നുവെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഗോൾ നേട്ടം 2-ലേക്കോ 3-ലേക്കോ കടക്കുമായിരുന്നു. മാത്രവുമല്ല ലോകകപ്പ് ചരിത്രത്തിൽ അദ്ദേഹത്തിൻ്റെ 20ാമത്തെ ഗോൾ. ഇപ്പം ലോകകപ്പ് ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ ഗോൾ നേടിയ താരമാണ്
ഗോളാണ് മെസ്സി. അത് 23-ലേക്ക് ഒരുപക്ഷെ വെല്ലുവിളിയില്ലാതെ പിന്നിലുള്ള എംബാപ്പയ്ക്ക് ഒരു തരത്തിലും വെല്ലുവിളി വരാത്ത തരത്തിലേക്ക് ലീഡിലേക്ക് പോകുമായിരുന്നു ലയണൽ മെസ്സി. പക്ഷേ അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ ഫ്രീ കിക്കുകളും ഒരുപക്ഷെ മെസ്സിയുടെ ഒരു ഫ്രീ കിക്ക് പിഴച്ചു പോയത് കണ്ട് ഏറ്റവും അധികം നിരാശപ്പെട്ടൊരു കാഴ്ച എന്ന് പറയുന്നത് 2014 ലോകകപ്പിലാണ്. അതിൻ്റെ എക്സ്ട്രാ ടൈമിൽ വന്നിട്ടുള്ള പിന്നിൽ നിൽക്കുക, ജർമ്മനിക്കെതിരെ പിന്നിൽ നിൽക്കുമ്പോൾ കിട്ടിയ ഒരു ഫ്രീ കിക്ക്, അത് അന്ന് അദ്ദേഹം ഗോളാക്കി മാറ്റിയിരുന്നെങ്കിൽ അതിന് 10 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ അവർ ലോക ചാമ്പ്യന്മാരാകുമായിരുന്നു. പക്ഷേ ഇത്തവണ അദ്ദേഹത്തിനും വെല്ലുവിളി നേരിടുന്നു എന്നുള്ളതാണ്. ഒരു ചെറിയ കാര്യം കൂടെ, ഇപ്പോൾ ഈ ഒരു ഫ്രീ കിക്കിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ്, അപ്പോൾ ജോർദാനെതിരെ മെസ്സി ഒരു ഫ്രീ കിക്ക് ഗോളടിക്കുന്നുണ്ട്. അപ്പോൾ വലിയ രീതിയിൽ വിമർശനങ്ങളും ഇതെന്താ ഗോളിയുടെ തൊട്ട് മുന്നിൽ കൂടെ പോയിട്ടും അതെന്താ എടുക്കാൻ പറ്റുന്ന ബോളായിരുന്നല്ലോ എന്നുള്ളത്. അതൊരു ഗ്രൗണ്ടർ ബോളായിരുന്നു. ഗോളി സ്വാഭാവികമായിട്ടും ഗോളിമാർ, പ്രത്യേകിച്ച് മെസ്സി പോലെയുള്ള ഫ്രീ കിക്ക് ടെക്നീഷ്യൻസ് എടുക്കുമ്പോൾ ഒരു ഹൈ ബോൾ പ്രതീക്ഷിച്ച് ഒരു വൈഡിലേക്ക് ഒരു ഹൈ ബോളൊക്കെ പ്രതീക്ഷിച്ചാണ് ഗോളിമാർ നിൽക്കുന്നത്. ആ വിധം പെട്ടെന്നൊരു ഗ്രൗണ്ടർ വരുമ്പോൾ തീരെ പ്രതീക്ഷയില്ല. അതും ഒരു കേളർ ഗ്രൗണ്ടറാണ്, തീരെ പ്രതീക്ഷിക്കാത്തൊരു ഗോൾ, അങ്ങനെയാണ് ഗോൾ വരുന്നത്. അതുപോലെ തന്നെ ബൊസീഞ്ഞക്കെതിരെയും ഒരു കാര്യം, അതുപോലെ തന്നെ ബൊസീഞ്ഞക്കെതിരെയും ഒരു ഇത് വന്നു. പക്ഷേ അദ്ദേഹത്തിൻ്റെ ആൻറ്റിസിപ്പേഷൻ കൊണ്ട്, അദ്ദേഹത്തിൻ്റെ ഒരു അപാരമായ മുന്നോട്ട് മനക്കണ്ണോണ്ട് കാണാന്ന് പറയല്ലോ, ആ ഒരു ഗോളിയുടെ ഒരു മികവ് കൊണ്ട് മാത്രമാണ് അദ്ദേഹത്തിന് പിടിക്കാൻ പറ്റുക. അതുപോലത്തെ ഒരു ബോൾ തന്നെയായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. ഞാനത് അതിലേക്കാണ് ചോദിച്ചു വന്നത്. കാരണം ഇപ്പോൾ ഈ മത്സരത്തിന് ശേഷം വീണ്ടും ട്രോളുകൾ ശക്തമാവുകയാണ്. നേരത്തെ പെനാൽറ്റി കിങ് എന്നുള്ള രീതിയിലേക്കുള്ള പെനാൽറ്റിയിലൂടെ ഗോൾ നേടുന്നു എന്നുള്ള വാദമായിരുന്നുവെങ്കിൽ ഇത്തവണ അദ്ദേഹത്തിന് പിഴവുകൾ സംഭവിക്കുന്നു, പോരായ്മകളുണ്ട് എന്ന തരത്തിൽ ചർച്ചകൾ ആരംഭിച്ചിട്ടുണ്ട് മറുഭാഗത്ത് നിന്ന്, വിമർശകരുടെ ഭാഗത്തു നിന്നുള്ള കാര്യമാണ്. അപ്പോൾ ആ ഒരു കാര്യം കൂടിയാണ് ഞാൻ ചോദിച്ചത്. ഫ്രീ കിക്കുകളിൽ പോലും അദ്ദേഹത്തിന് വെല്ലുവിളി നേരിടുന്നോ എന്നുള്ളതാണോ നമുക്ക് മനസ്സിലാക്കേണ്ടത്? ഇല്ല, മെസ്സി ഇതിന് മുമ്പൊരു ഫ്രീ കിക്കിൽ ഗോൾ അടിച്ചല്ലോ കഴിഞ്ഞ മത്സരത്തിൽ. ഇപ്പം മാത്രമല്ല മെസ്സി കുറച്ചുകൂടി കാം ആൻഡ് കമ്പോസ്ഡ് ആയിട്ടാണ് ഈ ലോകകപ്പിൽ നമ്മൾ കാണുന്നത്. മെസ്സിയെ സംബന്ധിച്ച് നമ്മളിപ്പോൾ മെസ്സി കാണാൻ തുടങ്ങിയത് 2006 ലോകകപ്പ് മുതലേ നമ്മൾ മെസ്സിയെ കണ്ടു തുടങ്ങിയിട്ടുണ്ട്. 2010, 2014 പുള്ളിയുടെ മുഖം കാണുമ്പോൾ, അല്ലെങ്കിൽ 2018 വരെയുള്ള ലോകകപ്പൊക്കെ നോക്കുന്ന സമയത്ത് മെസ്സി ടെൻഷനൊക്കെ നിന്ന ഒരു മെസ്സിയാണ് നമ്മൾ കണ്ടത്. അതായത് മെസ്സിയിൽ അത്രയും സമ്മർദ്ദമുണ്ട്. അർജന്റീന ആ സമയത്താണ് ഏറ്റവും കൂടുതൽ ട്രോളുകൾ ഏറ്റുവാങ്ങിക്കൊണ്ടിരുന്നൊരു സമയമുണ്ടായിരുന്നു. കേബിൾ TV ശേഷം ലോകകപ്പ് കിട്ടിയിട്ടില്ല എന്നുള്ള ലൈനിൽ സമ്മർദ്ദം ഉണ്ടായിരുന്നു. മെസ്സി ഇടയ്ക്ക് ഈ സമ്മർദ്ദം കാരണം ചില മത്സരങ്ങൾ തോറ്റതിന് ശേഷം വിരമിക്കൽ പ്രഖ്യാപിച്ചു, അതിനുശേഷം തിരിച്ചു വന്നു. അങ്ങനെയൊക്കെ ഒരുപാട് മെസ്സി അത്രയും സമ്മർദ്ദം അനുഭവിച്ച ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. പക്ഷെ കഴിഞ്ഞ ലോകകപ്പോട് കൂടിയിട്ട് ആ സമ്മർദ്ദങ്ങളൊക്കെ മാറി അർജന്റീന കപ്പടിച്ചു. മെസ്സി ലോകത്തിലെ ഏറ്റവും മികച്ച താരം എന്ന രീതിയിൽ മെസ്സി അതിന്റെ മുന്നിൽ നിന്ന് കളിച്ചു. ഓരോ ഫ്രീ കിക്ക് നഷ്ടമാകുമ്പോഴും അദ്ദേഹം ചിരിക്കുന്നുണ്ട്. അതെ, ഈ അന്നൊക്കെ ഫ്രീ കിക്ക് നഷ്ടമാകുന്ന സമയത്ത് പുള്ളിയുടെ മുഖത്ത് വൈകാരിക വിക്ഷോഭങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ ഈ ലോകകപ്പിലേക്ക് വരുമ്പോൾ പുള്ളി വളരെ കൂളാണ്. പെനാൽറ്റി നഷ്ടപ്പെടുത്തിയിട്ട് പോലും പുള്ളി വളരെ കൂളായിട്ട് അത് എടുത്തു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മെസ്സി വളരെ ഫ്രീ ആയിട്ടാണ് കളിക്കുന്നത്. അതിൻ്റെ ഗുണം കൃത്യമായിട്ടും അർജന്റീനയ്ക്ക് ലഭിക്കുന്നുണ്ട്. പിന്നുള്ളത് അദ്ദേഹത്തിൻ്റെ ബ്രില്യൻസ് തന്നെയാണ് ഗോളുകളാക്കുക എന്നുള്ളത്. ഒരു ഫ്രീ കിക്ക് നഷ്ടപ്പെട്ടാലൊന്നും നമുക്ക് മെസ്സിയെ അളക്കാൻ കഴിയില്ല. കാരണം മെസ്സി ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ച താരങ്ങളിൽ ഒരാളാണ്. അപ്പോൾ മെസ്സി ഏറ്റവും കൂളായിട്ട് കളിക്കുന്ന ലോകകപ്പ് എന്നുള്ള നിലയിൽ അർജന്റീനയുടെ സാധ്യതകളാണ് ഏറ്റവും വലുതായിട്ട് തന്നെ ഉയരുന്നത്. പിന്നെ ഈ ഗോളുകളെ കുറിച്ച് പറയുമ്പോൾ കൃത്യമായിട്ടും അദ്ദേഹത്തിൻ്റെ കാൽക്കുലേഷനും അദ്ദേഹത്തിൻ്റെ ഗ്രൗണ്ട് എക്സ്പീരിയൻസും ഒക്കെ ആ ഗോളുകളിൽ ഉണ്ട്. അദ്ദേഹത്തിൻ്റെ പെർഫോമൻസും അദ്ദേഹത്തിൻ്റെ ബ്രില്യൻസും ഒക്കെ നമുക്ക് ആ ഗോളുകൾ കാണാൻ കഴിയും. ഒരു ചെറിയ കാര്യം കൂടെ, നമ്മൾ മെസ്സിക്ക് വേണ്ടി ഗോളടിക്കാനുള്ള എല്ലാ പദ്ധതികളും സാധാരണങ്ങൾ ഒരുക്കുന്നു, മെസ്സിക്ക് വേണ്ടി കളിക്കുന്നു എന്നുള്ള രീതിയിൽ വലിയ രീതിയിൽ നമ്മൾ പറയുന്നു. അത് പോസിറ്റീവായിട്ട് കാര്യം കൂടിയാണ്. അത് അർജന്റീനയ്ക്ക് ഏതെങ്കിലും തരത്തിൽ വിനയാകുന്നുണ്ടോ എന്നും കൂടി പേഴ്സണലി എനിക്ക് തോന്നുന്നുണ്ട്. കാരണം ഇപ്പോൾ ഇന്നത്തെ മത്സരത്തിൽ തന്നെ ഇപ്പോൾ ഈ അൽമേഡയ്ക്കായാലും എൻസോ ഫെർണാണ്ടസിനായാലും ഷൂട്ട് ചെയ്യാനുള്ള ഒരുപാട് അവസരങ്ങൾ വന്നിട്ടുണ്ട്. അല്ലെങ്കിൽ അവർക്കൊന്ന് ട്രൈ ചെയ്ത് അൽമേഡ നല്ലൊരു ടേൺ ചെയ്ത് ഷൂട്ട് ചെയ്യാനുള്ള നല്ലൊരു ഓപ്ഷൻ വന്നിരുന്നു. അതും മെസ്സിക്ക് കൊടുക്കണം. പക്ഷേ മെസ്സിയിലേക്ക് എത്തുന്നതിന് മുമ്പേ കേപ്പ് വെർഡെ താരങ്ങൾ എടുത്തുകൊണ്ട് പോകുന്നുണ്ട്, അല്ലെങ്കിൽ മെസ്സിയുടെ കാലിൽ നിന്ന് ജസ്റ്റ് ഒന്ന് എടുത്തു പോകുന്ന സാഹചര്യമൊക്കെ ഉണ്ട്. അപ്പോൾ എല്ലാ പന്തും മെസ്സിയിലേക്ക് എത്തിക്കുന്നു എന്നുള്ളത് നല്ല കാര്യം തന്നെയാണ്. അതുപോലെ തന്നെ എല്ലാ പന്തും എത്തിക്കണോ, ട്രൈ ചെയ്തുകൂടെ എന്നുള്ളതൊരു ചോദ്യം കൂടെ അവിടെ ഉണ്ട്. തീർച്ചയായിട്ടും അങ്ങനെ ആയിരുന്നെങ്കിൽ ഒരു പക്ഷേ ഞാൻ ചോദിക്കാൻ വന്നതിൻ്റെ ഒരു തുടർച്ച അതിൽ അനിവാര്യമാണെന്ന് തോന്നുന്നു. ഒരു പക്ഷേ ഇന്നത്തെ മത്സരത്തിൽ ഒരു അട്ടിമറി നടന്നിരുന്നുവെങ്കിൽ എന്തായിരിക്കുമായിരുന്നു ഈ മത്സരത്തിൻ്റെ പോസ്റ്റ്മോർട്ടം നടത്തുക? ലോകം എങ്ങനെയായിരിക്കും അതിന് പോസ്റ്റ്മോർട്ടം ചെയ്യുകയായിരുന്നു? ഈ പറഞ്ഞ രീതി തന്നെയാണ്. ഇതൊരു പ്രധാനപ്പെട്ട പോയിന്റാണ്. കാരണം എല്ലാ ഗോളും മെസ്സി അടിക്കണോ എന്നുള്ളത് ഒരു പ്രധാന ചോദ്യം തന്നെയാണ്. മറുഭാഗത്തും സ്ട്രൈക്കർമാരുണ്ട്, അവർക്കും ശ്രമിച്ചുകൂടെ എന്നതും പ്രസക്തമായിട്ട് വലിയൊരു ചോദ്യം തന്നെയാണ്. അപ്പോൾ റീസെൻ്റ്ലി വേൾഡ് കപ്പിൻ്റെ ഒരു ട്രെൻഡ് വെച്ച് നോക്കുമ്പോൾ വേൾഡ് ചാമ്പ്യൻസ് അടുത്ത റൗണ്ടുകളിൽ ഗ്രൂപ്പ് റൗണ്ടിൽ തന്നെ പുറത്താവുന്ന സാഹചര്യങ്ങൾ ഒരുപാടുണ്ട്. ഇറ്റലി വേൾഡ് കപ്പ് അടിച്ചതിന് ശേഷം യോഗ്യത പോലും നേടാത്ത സാഹചര്യങ്ങളുണ്ട്. സ്പെയിന്
വേൾഡ് കപ്പ് അടിച്ച് അടുത്ത റൗണ്ട് പോകുന്നു, ജർമ്മനി പോകുന്നു. അങ്ങനെ അതിന് അപവാദം ഫ്രാൻസ് മാത്രമാണ്. ബാക്കി എല്ലാ ടീമുകളും അടുത്ത റൗണ്ട് പോകുന്നൊരു സാഹചര്യമുണ്ട്. സ്വാഭാവികമായിട്ടും കുഴപ്പമില്ല, ഒന്നടിച്ചല്ലോ എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡിൽ ഫാൻസ് അത് വിടും. ഇപ്പം അർജന്റീനയെ സംബന്ധിച്ചിടത്തോളം അർജന്റീന ഫാൻസ് ഇത്തവണ ഈ വേൾഡ് കപ്പിന് ഇറങ്ങിയപ്പോൾ ഒരു ടെൻഷനും ഇല്ലാത്ത വേൾഡ് കപ്പാണ്, വളരെ ഫ്രീ ആയിട്ട് കാണാം എന്നുള്ള ആറ്റിറ്റ്യൂഡാണ് വന്നത്. ഒരു പക്ഷേ തോറ്റിരുന്നെങ്കിൽ ആ ഒരു ആറ്റിറ്റ്യൂഡിൽ വിടായിരുന്നു. ജയിക്കുന്നത് കേപ്പ് വെർഡെ ആണെങ്കിൽ അത് വലിയ രീതിയിലുള്ള ഹിസ്റ്റോറിക് ആവുമായിരുന്നു. ഈ മത്സരം അവർക്ക് ജയിക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ അവർ എനിക്ക് തോന്നുന്നു ആഫ്രിക്കൻ ടീം ഏറ്റവും കൂടുതൽ മുന്നേറിയത് മൊറോക്കോയുടെ സെമി പ്രവേശമാണ്. ഏറെക്കുറെ അതുപോലെ അല്ലെങ്കിൽ അതിനേക്കാൾ മുകളിലേക്കുള്ളൊരു പ്രകടനം അവർക്ക് നടത്താനുള്ള എല്ലാ സാധ്യതയും ഉണ്ടായിരുന്നു. ഇപ്പോൾ ജയിച്ചിരുന്നെങ്കിൽ നെക്സ്റ്റ് വരാൻ പോകുന്നത് ഈജിപ്താണ്. അവരെയും ഈ വിധം തോൽപ്പിക്കും. അതിൽ ആര് ജയിച്ചു കഴിഞ്ഞാലും ഒരു ആഫ്രിക്കൻ ടീം തന്നെയാണ് കയറാൻ പോകുന്നത് എന്നുള്ളതുകൊണ്ട്. അർജന്റീനയ്ക്ക് പക്ഷേ ഈ മത്സരം തോൽക്കാൻ കഴിയുമായിരുന്നില്ല. ആ വിധം അർജന്റീന കളിച്ചു എന്നുള്ളത്. ഇപ്പോൾ കേബോയുടെ പോരാട്ട വീര്യത്തോടെ നമ്മൾ പറഞ്ഞു വെക്കുന്നതോടൊപ്പം തന്നെ അർജന്റീന പിടിച്ചു തന്നു. അതൊരു ചാമ്പ്യൻ ടീമാണ്. ആ ചാമ്പ്യൻ മെന്റാലിറ്റി സ്വാഭാവികമായിട്ടും അവർക്കുണ്ടായിരുന്നു എന്നുള്ളത് തന്നെയാണ്. ജയേഷ് പറഞ്ഞതിനോട് ഇപ്പം മെസ്സിയിലേക്ക് തന്നെ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നു എന്നുള്ളത് ഒരർത്ഥത്തിൽ ആ ടീമിന് ഗുണമാണ് ചെയ്യുന്നത്. അതായത് മെസ്സി എല്ലാ ഗോളും അടിക്കുന്നതിനൊപ്പം തന്നെ അവിടെ ഒരു നായകനുണ്ട്, ഞങ്ങൾക്ക് കൊടുക്കാൻ ഒരാളുണ്ട് എന്നുള്ള ഒരു മെന്റാലിറ്റി അവിടെ വരുന്നു. മെസ്സി അത് മുന്നിൽ നിന്ന് കൃത്യമായിട്ട് നമസ്കാരം കുത്തി പറയുന്നുണ്ടോ? ചിലരെയൊക്കെ കുത്തി പറയുന്ന പോലെ അല്ലേ? അല്ല, റമദാൻ പള്ളിക്കാരനെ കൊല്ലാൻ പാടില്ല എന്ന് പോർച്ചുഗൽ ഫാൻസ് സ്ഥിരമായിട്ട് പറയുന്നൊരു കാര്യമാണ്. അപ്പോൾ ഞാനവിടെ അതുകൂടി ഓർമ്മിപ്പിക്കുകയാണ്. മെസ്സിയിലേക്ക് തന്നെ പന്തുകൾ എത്തുന്നു എന്നുള്ളത് മെസ്സിക്ക് മാത്രമല്ല ആ ടീമിന് മൊത്തം ഗുണം ചെയ്യുന്നുണ്ട്. മറുവശത്ത് പോർച്ചുഗലിനെ സംബന്ധിച്ചിടത്തോളം ആ ഒരു ഈ താരതമ്യം അവരുമായിട്ട് കണക്ട് ചെയ്യാൻ തോന്നുന്നു. പലപ്പോഴും റൊണാൾഡോയ്ക്ക് പാസുകൾ എത്താത്തതും അവർക്ക് അതൊക്കെ അവരുടെ മത്സരങ്ങൾക്ക് അടിയായി വരുന്നുണ്ട്. അപ്പം മെസ്സിയിലേക്ക് വരുന്നു, മെസ്സിയിൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നു. അവർക്ക് പറയാനൊരു നായകനുണ്ട്, ആ നായകനിലേക്ക് തന്നെ എല്ലാ താരങ്ങളും പന്തുകൾ എത്തിക്കുന്നു. ഗോളടിക്കാൻ വേണ്ടി അദ്ദേഹത്തെ മുന്നിൽ നിർത്തി നമ്മളിപ്പോൾ ഒരു ഇലക്ഷനൊക്കെ വരുന്ന സമയത്ത് ആദ്യം തന്നെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി അല്ലെങ്കിൽ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചുകൊണ്ട് ഇലക്ഷൻ നടത്തുന്ന പാർട്ടികളുണ്ട്. അപ്പോൾ അതേപോലെ തന്നെയാണ് അർജന്റീന. കൃത്യമായിട്ട് അവർക്കൊരു സ്ട്രാറ്റജി ഉണ്ട്. ആ സ്ട്രാറ്റജിയുടെ പുറത്ത് തന്നെ അവർ കളിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. അതുകൊണ്ടാണ് അവർക്ക് ഇത്രയും ഈ മെസ്സി 7 ഗോൾ അടിച്ചു എന്നുള്ളത് തന്നെ അർജന്റീന തന്നെയാണ് അതിന്റെ ഗുണഭോക്താക്കൾ. അപ്പം നല്ലൊരു ഞാൻ ചോദിക്കാൻ വന്നത് ഒരു ഘട്ടത്തിൽ മെസ്സിയെ മുന്നത്ത് ബോക്സിൽ കയറുമ്പോൾ പോലും മെസ്സി അവിടെ നിൽക്കുമ്പോൾ പോലും മൈനസ് പാസുകൾ കളിക്കുകയും പന്ത് കൈമാറ്റം ചെയ്യും വസീനയുമായിട്ട് കൈമാറ്റം ചെയ്യുന്ന ഡിഫൻഡേഴ്സിനെ കണ്ടു. അത് അവരുടെയൊക്കെ ഗോളിയിലുള്ള ഒരു ആത്മവിശ്വാസമായിരിക്കുമോ അതോ അവർ തമ്മിലുള്ളൊരു പരസ്പര ധാരണയുടെ ഏറ്റവും ശക്തമായിട്ടുള്ളൊരു അടയാളമായി മാറിയാക്കാം. എൻ്റെ ചോദ്യം ഇതാണ്, ഇത് ഇന്ന് ഒരു പക്ഷേ എക്സ്ട്രാ ടൈമും കഴിഞ്ഞ് ഒരു പക്ഷേ ഷൂട്ടൗട്ടിലേക്ക് പോവുകയായിരുന്നെങ്കിൽ 2 ഗോളിമാരും ലോകോത്തര ഗോളിമാർ, 2 പേരും പരീക്ഷിക്കപ്പെടുന്ന ഗോളിമാരായിരുന്നു. 2 പേരും അതിമികച്ച സേവുകൾ നടത്തിയ മത്സരമാണ്. ഷൂട്ടൗട്ടിലേക്ക് ഈ മത്സരം പോയിരുന്നെങ്കിൽ അവിടെ എങ്ങനെയായിരിക്കും സാധ്യത? കേപ്പ് വെർഡേക്ക് അനുകൂലമായിട്ട് നിൽക്കും. കാരണം ആ ഗോളി ഇതിനകം തന്നെ തെളിയിച്ചു കഴിഞ്ഞു. എമ്മിയേക്കാളും കൂടുതൽ പരീക്ഷണങ്ങൾ അദ്ദേഹമാണ് നേരിട്ടത്. സ്പെയിനെതിരെ 90 എക്സ്ട്രാ ടൈമിലും അദ്ദേഹം മികച്ച സേവുകളോടെ നിന്നിട്ടുണ്ട്. ഉറുഗ്വേക്കെതിരെയും മികച്ച, മാത്രമല്ല അദ്ദേഹത്തിന്റെ കാൽക്കുലേഷൻസ് ഭയങ്കര. അതെ, അദ്ദേഹത്തിന്റെ കാൽക്കുലേഷൻ മാത്രമല്ല, അദ്ദേഹം കുറച്ചുകൂടി മത്സരത്തിൽ അത് ഏറ്റവും പരീക്ഷിക്കപ്പെട്ടതും ഈ ഗോളി തന്നെയാണ്. അപ്പോൾ ഗോളിക്ക് അതിൻ്റെ എമിയേക്കാൾ കൂടുതൽ ഗ്രൗണ്ടിൽ അന്നെന്ത് നടന്നു എന്നുള്ളതിനെ പറ്റി കൃത്യമായ ധാരണ ഉണ്ടാവും. അപ്പം ഒരുപക്ഷെ ഷൂട്ടൗട്ടിലേക്ക് പോവുകയാണെങ്കിൽ അതിലെ ജയിക്കുമായിരുന്നു. വിയോജിപ്പുണ്ട്. കാരണം ഒന്ന് ഷൂട്ടൗട്ട് ഭാഗ്യ പരീക്ഷണം തന്നെയാണ്, ഒരു തർക്കവുമില്ല. ഷൂട്ടൗട്ടിൽ ഉള്ള എമിലിയാനോ മാർട്ടിൻസിനെ നിങ്ങളാരും കണ്ടിട്ടില്ലേ? ഷൂട്ടൗട്ടിൽ അദ്ദേഹത്തിന് ചരിത്രമാണ് വേറെ തന്നെ. ഷൂട്ടൗട്ടിൽ എമിലിയാനോ മാർട്ടിൻസ് ഷൂട്ടൗട്ടിലൂടെ അദ്ദേഹം നൽകിയ കിരീടങ്ങളാണ്. ഷൂട്ടൗട്ടിലൂടെ അദ്ദേഹത്തിന് 2 കിരീടം അർജന്റീനയ്ക്ക് അദ്ദേഹം നേടി കൊടുത്തിട്ടുണ്ട്. ഷൂട്ടൗട്ടിലെ എമിയെ വെല്ലാൻ നിലവിൽ ലോക ഫുട്ബോളിൽ വേറെ ഗോൾ കീപ്പർ ഇല്ല എന്നുള്ള കാര്യം മാത്രമല്ല പ്ലേയേഴ്സ് കിക്ക് എടുക്കാനുള്ള ലിസ്റ്റ് ഇപ്പോ ഈ വിധം ഗോളി അപ്പുറത്ത് ഗോൾ അടിക്കും വേണ്ട. അതിനനുസരിച്ച് അതിനുള്ള ഒരു 5 കിക്ക് ഉണ്ടെങ്കിൽ അതിൽ 4 പെർഫെക്റ്റ് ആയിട്ട് പ്ലേസ് ചെയ്യാനുള്ള പ്ലേയേഴ്സ് അർജന്റീനയ്ക്കുണ്ട്. അപ്പുറത്ത് അതില്ല എന്നുള്ള കാര്യം കൂടി ആ ഒരു പോയിന്റിൽ അംഗീകരിക്കുന്നു. അല്ലാതെ ആ രീതിയിൽ എനിക്ക് തോന്നുന്നില്ല. ജർമ്മനി എങ്ങനെയാണ് പുറത്തായത്? മാനുവൽ ന്യൂയർ എന്നുള്ളത് ലോകത്തിലെ ഏറ്റവും മികച്ച ഗോളികളുള്ള ഒരാളാണ്. അദ്ദേഹത്തിന് പെനാൽറ്റി ഷൂട്ടൗട്ടല്ലേ അവർ പുറത്തായത്. അപ്പം ഏത് ദിവസവും ഷൂട്ടൗട്ട് എക്സ്പെർട്ട് ചെയ്യാൻ ഷൂട്ടൗട്ടിൽ പിടിക്കുക എന്ന് പറയുന്നത് വേറൊരു മെന്റൽ ഗെയിമാണ്. MSK അത് ഏറ്റവും നല്ല ഗോളി എല്ലാ ഷൂട്ടൗട്ടും പിടിക്കണം എന്നില്ല. മോശം ഗോളി ചിലപ്പോൾ ഷൂട്ടൗട്ട് പിടിക്കാൻ പറ്റും. പോർച്ചുഗലിന്റെ ഒരു പഴയൊരു ഗോൾ കീപ്പർ ഉണ്ടായിരുന്നു, റൂയി കോസ്റ്റ ആണെന്ന് തോന്നുന്നു. അദ്ദേഹം 2014 യൂറോ ആണെന്ന് തോന്നുന്നു. പെനൽറ്റി വരുമ്പോൾ അദ്ദേഹം സേവ് ചെയ്യും. എങ്ങനെ അടിച്ചു കഴിഞ്ഞാലും സേവ് ചെയ്യും. അപ്പോൾ പെനൽറ്റി സേവ് ചെയ്യുക എന്ന് പറയുന്നത് വേറൊരു കൈൻഡ് ഓഫ് മെന്റാലിറ്റിയാണ്. അതെനിക്ക് ആവോളമുണ്ട്. പക്ഷേ തീർച്ചയായിട്ടും
ഞാൻ യോജിക്കുന്നു. അത് വിയോജിപ്പുകളാണല്ലോ. ആ ദിവസത്തെ ഏതാണോ മികച്ച രീതിയിൽ പിന്നെ അല്ല, പരീക്ഷിക്കപ്പെട്ടത് നിങ്ങൾ രണ്ടുപേരും രണ്ട് അഭിപ്രായം പറഞ്ഞു. പക്ഷേ എനിക്ക് കൃത്യമായിട്ട് ഒരു അഭിപ്രായം പറയാനില്ല എന്നുള്ളതാണ് എൻ്റെ അവസ്ഥ. കാരണം അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് ചോദിക്കുന്നത്. കാരണം എനിക്ക് വസീഞ്ഞയ്ക്കൊപ്പം നിൽക്കണമെന്നാണ് ആഗ്രഹം. പക്ഷേ ഈ പറഞ്ഞ രീതിയിൽ മെസ്സി രണ്ട് കിരീടങ്ങൾ അർജന്റീനയ്ക്ക് നൽകിയിട്ടുണ്ട് എന്നുള്ള അർത്ഥത്തിൽ കൃത്യമായിട്ടൊരു പിന്നീട് ആ കളിക്കാർ കിക്ക് എടുക്കുന്നത് ആരൊക്കെയാണോ അതാണ് പ്രധാനം. അത് ഏറ്റവും വാല്യുബിൾ ആയിട്ടുള്ള പോയിന്റാണ്. ഇനിയിപ്പം വരാൻ പോകുന്നത് തീർച്ചയായിട്ടും അർജന്റീന എക്സ്പോസ്ഡ് ആയി എന്ന തരത്തിലുള്ള ചർച്ചകൾ സജീവമായി കഴിഞ്ഞിരിക്കുന്നു. ഇനിയിപ്പോൾ അടുത്ത കളിക്കാനുള്ളത് ഈജിപ്തിനെതിരെയാണ്. മത്സരം പ്രീ ക്വാർട്ടറിലേക്ക് കടക്കുന്നു. ഒരു ക്വാർട്ടർ വരെയെങ്കിലും നമുക്ക് ഉറപ്പ് പറയാൻ പറ്റുമോ അർജന്റീനയുടെ കാര്യം എന്നുള്ളതാണ് ഇപ്പോൾ സംശയം. അത് ഒന്ന് ലിസാൻഡ്രോ നന്നായിട്ട് കയറി കളിക്കുന്നുണ്ട്. അദ്ദേഹം അസിസ്റ്റ് വന്നു, അദ്ദേഹം ഗോള് വന്നു. ആ വിധം കയറി കളിക്കാനുള്ള സ്വാതന്ത്ര്യം ഈജിപ്തിൻ്റെ അടുത്ത് നടക്കില്ല. പ്രത്യേകിച്ച് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അവിടെ മുഹമ്മദ് സലയുണ്ട്, മർമോഷുണ്ട്, ഗംഭീരമായ വിങ്ങേഴ്സും അറ്റാക്കേഴ്സും ഉള്ള ടീമാണ്. അടിച്ചു കയറി ഇപ്പോൾ രാത്രി നടന്ന അവരുടെ റൗണ്ട് ഓഫ് 32 ഓസ്ട്രേലിയക്കെതിരായ മത്സരം തന്നെ ഗംഭീരമായ മത്സരമായിരുന്നു. 1-1 പെനൽറ്റി ഷോട്ട് 4-2 വിജയിച്ചതെങ്കിലും നിശ്ചയ സമയത്തും എക്സ്ട്രാ ടൈമിലും 1-1 ആണെങ്കിലും ഈജിപ്ത് കളിച്ചൊരു കളിയുണ്ട്, മാരക കളിയായിരുന്നു. പ്രത്യേകിച്ച് മുഹമ്മദ് സല, മിസ്രിയിലെ രാജകുമാരൻ, അവർ പ്ലെയർ ഓഫ് ദ മാച്ച് ആവുന്നു. അപ്പോൾ അത്തരത്തിലുള്ള സലയെപ്പോലെ ഫസ്റ്റ് ചാൻസ് കിട്ടിയാൽ തന്നെ നേരെ പോസ്റ്റിലേക്ക് അടിച്ചു കയറ്റുന്ന പ്ലേയേഴ്സ് ഉള്ള സ്ഥിതിക്ക്, വിങ്ങിലൂടെ നന്നായിട്ട് ഓടിക്കയറുന്ന പ്ലേയേഴ്സ് ഉള്ള സ്ഥിതിക്ക് അർജന്റീനയുടെ ഫുൾ ബാക്സും സെൻട്രൽ ഡിഫൻസും എന്തായാലും പരീക്ഷിക്കപ്പെടും. അപ്പോഴവിടെ ഉള്ളൊരു ധൈര്യം എമിയാണ്. എന്തായാലും അത്തരത്തിലൊരു ടീം വരുമ്പോൾ സ്വാഭാവികമായിട്ടും സ്കലോണിയും അതിനനുസരിച്ചുള്ള ഗെയിം പ്ലാനിലായിരിക്കുമല്ലോ ഇറങ്ങുക എന്നുള്ളത്. എന്തായാലും നല്ലൊരു മത്സരം കാണാം. ഈ അവസാന 10 മിനിറ്റുകൾ പോലും സുരക്ഷിതമല്ല. നമുക്ക് സുരക്ഷിതമായിട്ട് കളി അവസാനിപ്പിക്കാൻ കഴിയുന്നില്ല ഒരു കാണികളെ സംബന്ധിച്ച്. അർജന്റീന ആരാധകർ കരയുന്ന കാഴ്ച കണ്ടു അവസാന 5 മിനിറ്റിലേക്ക് കളി പോകുമ്പോൾ. അപ്പോൾ അത്രമാത്രം അരക്ഷിതമായി മാറുകയാണ് ഈ ലോകകപ്പിലെ മത്സരങ്ങളുടെ അവസാന നിമിഷങ്ങൾ എന്നുള്ളത്. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഒരു സുരക്ഷിതമായ ലീഡെടുത്താൽ പോലും ഈജിപ്തിനെതിരെ അർജന്റീനയുടെ കാര്യം സുരക്ഷിതമല്ല എന്നാണ് ഇപ്പോൾ ജയേഷ് കൂടി അഭിപ്രായപ്പെടുന്നത്. MSK എവിടെ വരെ പ്രതീക്ഷിക്കുന്നുണ്ട് ഈ കളിച്ച അർജന്റീനയെ? അല്ല, തീർച്ചയായിട്ടും ഒരു ടൈറ്റ് മത്സരം തന്നെയായിരിക്കും. ഇപ്പം മെസ്സിയെ പോലെ തന്നെ പിന്നെ ഇടയ്ക്ക് ആഫ്രിക്കൻ മെസ്സി എന്ന രീതിയിൽ ഈ മുഹമ്മദ് സലയെ അങ്ങനെ ഒരു വിളിപ്പേര് അദ്ദേഹത്തിനുണ്ടായിരുന്നു. അപ്പം ലോക ഫുട്ബോളിലെ ഏറ്റവും പ്രധാനപ്പെട്ട 2 താരങ്ങൾ അണിനിരക്കുന്നു എന്നതിനൊപ്പം തന്നെ ഈജിപ്ത് കളിക്കുന്ന കളി ഇപ്പോൾ ഓസ്ട്രേലിയ പോലുള്ളൊരു ടീമിന് ഇതിനൊപ്പം തന്നെ ഏഷ്യയിൽ നിന്നുള്ള എല്ലാ രാജ്യങ്ങളും ഇതോടുകൂടി ഈ റൗണ്ടിൽ അവസാനിച്ചു എന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസം ഓസ്ട്രേലിയ കൂടി പുറത്തായതോടെ ഏഷ്യയുടെ പ്രാതിനിധ്യത്തിലുള്ള എല്ലാ ടീമുകളും പിന്നെ ഈ ലോകകപ്പ് അതെ എനിക്ക് വരാനുള്ളത്. അപ്പം തീർച്ചയായിട്ടും ഈജിപ്തിനെ സംബന്ധിച്ചിടത്തോളം ഈജിപ്ത് കഴിഞ്ഞ ലോകകപ്പ് കളിച്ചിരുന്നില്ല, അവർക്ക് അവസരം കിട്ടിയിരുന്നില്ല. അതിന് മുമ്പത്തെ ലോകകപ്പിൽ 3 മത്സരങ്ങളും തോറ്റ് ആ സമയത്ത് ഇപ്പൊ ഈ മത്സരത്തിന് മുമ്പും സലയ്ക്ക് ഇഞ്ചുറി ഉണ്ടായിരുന്നു കഴിഞ്ഞ മത്സരത്തിൽ. പക്ഷേ ഈ മത്സരത്തിൽ അദ്ദേഹം കളിക്കുമോ ഇല്ലയോ എന്നുള്ളൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. പക്ഷെ അദ്ദേഹം ഈ മത്സരത്തിലേക്ക് കളിച്ചു. പിന്നെ അപ്പം ഈ നല്ല കുറച്ച് പ്ലേയേഴ്സ് ഈജിപ്തിനുണ്ട്. ഈജിപ്തിനും ഇതേപോലെ നഷ്ടപ്പെടാനൊന്നുമില്ല. They are underdogs ഈ അർജന്റീനയെ സംബന്ധിച്ച്. അവര് നോക്കൌട്ടിലൊരു ഗോൾ അടിക്കുന്നത് തന്നെ 92 വർഷത്തിന് ശേഷം 92 വർഷം ഏതാണ്ട് ഒരു 100 വേൾഡ് കപ്പിലാണ് അവര് ഒന്ന് ആലോചിച്ച് നോക്കുക. ഏതാണ്ട് ഒരു നൂറ്റാണ്ടിന് ശേഷം തന്നെ പറയാം നോക്കൌട്ട് ഘട്ടത്തിൽ ഒരു ഗോൾ അടിക്കുന്നു എന്നുള്ളത്. അപ്പൊ അവര് പിന്നെ ഇതേപോലെ തന്നെ ഈ അർജന്റീനയുടെ മുമ്പിൽ അവര് വരുന്നു. അർജന്റീന കുറച്ചുകൂടി ഈസി പാത്താണ് എന്ന് നമ്മൾ പറയുന്ന സമയത്താണ് ഇനി ആരും പറയില്ല. അപ്പൊ ആ ഒരു തിരുത്തി കുറിക്കുന്ന പ്രകടനം തന്നെയായിരിക്കും. ഈജിപ്തിന് നഷ്ടപ്പെടാൻ ഒന്നുമില്ല. അവർക്ക് കൈമെയ് മറന്ന് പിന്നെ പോരാടാം. മാത്രമല്ല അവസാന 10 മിനിറ്റോ അല്ലെങ്കിൽ അവസാന മിനിറ്റ് പോലും ആവേശമുള്ള മത്സരങ്ങളാണ് ഈ ലോകകപ്പിൽ കഴിഞ്ഞ 3-4 മത്സരങ്ങളായിട്ട് നമ്മൾ കണ്ടത്. അപ്പോൾ അവസാന നിമിഷം വരെ പ്രതിരോധിച്ച് നിർത്തണം, ഗോളടിപ്പിക്കാതിരിക്കണം എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഇപ്പോൾ ഈജിപ്തിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പിന്നെ അറ്റാക്ക് ചെയ്യാം എങ്ങനെ രീതിയിലും. ഇപ്പം അർജന്റീനയെ തകർക്കാം എന്നുള്ളൊരു വിശ്വാസം നമ്മുടെ മറ്റു ടീമുകൾക്ക് വന്നു എന്നുള്ളതാണ്. നമ്മളിപ്പം പിന്നെ ക്രിക്കറ്റിലേക്ക് വരുമ്പോൾ ബുംറ ആരും 6 അടിക്കാറുണ്ടായിരുന്നില്ല. പക്ഷേ വൈഭവ് സൂര്യവംശി ഈ ലോകകപ്പിൽ ബുംറയെ ഫസ്റ്റ് ബോൾ 6 അടിച്ച് തുടങ്ങിയപ്പം ബുംറയെ ഒരുപാട് പേര് 6 അടിക്കുന്നത് നമ്മൾ കണ്ടു. ചെറിയ പിള്ളേർ പോലും ബുംറയെ എടുത്തിട്ട് 6-ന് തൂക്കുന്നത് കണ്ടു. അപ്പോൾ ബുംറ 6 അടിക്കാനും അദ്ദേഹത്തിന് പറ്റും, ബുംറയ്ക്കെതിരെ 6 അടിക്കാനും കഴിയുമെന്നുള്ളൊരു വിശ്വാസമാണ് അവിടെ വൈഭവ് സൂര്യവംശി ഉണ്ടാക്കിയിരുന്നത്. അതേപോലെ കേപ്പ് വെർഡെ എന്ന ചെറിയ ടീം, പിന്നെ ഈ ചെറിയ ടീം എന്നുള്ളത് അടിവരായിട്ട് പറയുന്നു, ഇൻവേർട്ടഡ് കോമയിൽ പറയുന്നു. ആ ടീം അർജന്റീനയെ ഇങ്ങനെ വിറപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഏത് ടീമിനും ഇതിനേക്കാൾ കുറച്ചുകൂടി വലിയ ടീമിനും വിറപ്പിക്കാൻ കഴിയും. അർജന്റീനയെ തോൽപ്പിക്കാനുള്ള എല്ലാ സാധ്യതയും ഉണ്ട് എന്നുള്ളൊരു വിശ്വാസമാണ് ഈ മത്സരം ഉണ്ടാക്കിയത്.
തീർച്ചയായിട്ടും അത് തന്നെയാണ്. അർജൻറ്റീന വലിയൊരു അളവോളം തുറന്നു കാട്ടപ്പെട്ടു എന്നുള്ള തരത്തിലാണ് ഈ മത്സരത്തെ നമുക്ക് വിലയിരുത്തേണ്ടത്. അത് വിമർശനങ്ങൾ ഉയർന്നേക്കാം അക്കാര്യത്തിൽ. എങ്കിൽ പോലും ഇന്നത്തെ മത്സരം അവർക്കൊരു വേക്കപ്പ് കോൾ തന്നെയാണ്. അടുത്ത മത്സരത്തിൽ ഈജിപ്തിനെ പിന്നെ തുടർന്ന് അങ്ങോട്ടുള്ള വലിയ മത്സരങ്ങളിൽ അർജൻറ്റീനയ്ക്ക് മുന്നേറണമെങ്കിൽ തീർച്ചയായിട്ടും ഈ മത്സരം ഒരു അധ്യായമായി എടുത്തുകൊണ്ട് അഴിച്ചുപണി ആവശ്യമായത് നടത്തേണ്ടി വരും. അത് സ്കലോണി ചെയ്യുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അപ്പം പ്രേക്ഷകർക്ക് വേണ്ടി വീണ്ടും മറക്കാതെ ഒരിക്കൽ കൂടി ആവർത്തിക്കുകയാണ്, നിങ്ങൾക്കും പ്രവചിക്കാം ഈ ലോകകപ്പിൻ്റെ വിജയിയെ എന്നുള്ളതാണ്. ആ വിജയിയെ പ്രവചിക്കാൻ റിപ്പോർട്ടർ TV മൈജിയും ചേർന്ന് അവസരമൊരുക്കുന്നുണ്ട്. ഒന്നാം സമ്മാനമായി നൽകുന്നത് ടൊയോട്ട ഗ്ലാൻസ കാർ തന്നെയാണ്. ഒപ്പം ഒട്ടനവധി സമ്മാനങ്ങളുണ്ട്. അതുകൊണ്ട് ഈ ടാക്ടിക്സ് കാണുന്നതിനൊപ്പം അതിൽ കാണുന്ന QR കോഡ് സ്കാൻ ചെയ്ത് നിങ്ങൾക്ക് മത്സരത്തിൽ പങ്കുചേരാം. കൂടുതൽ പ്രീ ക്വാർട്ടർ ആവേശങ്ങളിലേക്ക് നമ്മൾ പോവുകയാണ്. അടുത്ത ദിവസം മുതൽ കാണാം ആ മത്സരത്തിൻ്റെ ആവേശവുമായി വീണ്ടും.